നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ഒരു സീറ്റിലെ ഫലം കേരളമൊട്ടാകെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ വേണ്ടി LDF നടത്തിയ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വൈഷ്ണ സുരേഷ് മത്സരിച്ചത്. വൈഷ്ണ സുരേഷിൻ്റെ മേൽവിലാസം മാറിപ്പോയി എന്നുള്ള പേരിലാണ് ഇവർ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വൈഷ്ണ സുരേഷിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അങ്ങനെ വൈഷ്ണ സുരേഷ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. വൻ ഭൂരിപക്ഷത്തിൽ 300 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വൈഷ്ണ സുരേഷ് വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ പ്രമുഖ യുവജന CPM നേതാവായ അംശു വാമദേവനാണ് വൈഷ്ണ സുരേഷ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. വൈഷ്ണയുടെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള കേരളം ഏറെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരുന്ന ഒരു സീറ്റായിരുന്നു വൈഷ്ണയുടേത്. മുട്ടട വാർഡിലെ ഈ സ്ഥാനാർത്ഥിയുടെ വിജയം ചെറുപ്പക്കാരുടെ പുതുതലമുറയുടെ വിജയമായിട്ട് വേണം കണക്കാക്കാൻ. വൈഷ്ണ സുരേഷ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസം പാസ്സായ വിദ്യാർത്ഥിനിയായിരുന്നു. അതുപോലെ നിയമ വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ TV അവതാരകയാണ്. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഗായികയാണ്. അങ്ങനെയുള്ള ഏറ്റവും മിടുക്കിയായ ഒരു പെൺകുട്ടി വിജയിക്കുന്നത് തടയുന്നതിന് വേണ്ടി CPM ഒരുക്കിയ എല്ലാ കെണികളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ മുട്ടട വാർഡിൽ നിന്നുള്ള വൈഷ്ണ സുരേഷിൻ്റെ ഈ ഒരു ഗംഭീര വിജയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF പൊതുവെ പിന്നോക്കാവസ്ഥയിലാണ് എങ്കിൽ പോലും വൈഷ്ണയുടെ വിജയം കോൺഗ്രസിനെ UDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായൊരു നേട്ടമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. പുതിയ തലമുറയെ ജനങ്ങൾ വോട്ടർമാർ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി വൈഷ്ണ സുരേഷിൻ്റെ ഈ ഒരു വിജയം മാറുകയാണ്. വൈഷ്ണ സുരേഷിനെതിരെ പരാതി നൽകിയ വ്യക്തിയുടെ വീട്ടിൽ പോലും 22 കള്ള വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത പിന്നീടാണ് പുറത്തു വന്നത്. ഇങ്ങനെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനായി CPM നേരത്തെ ഒരുക്കിയിരുന്ന ഇത്തരത്തിലുള്ള എല്ലാവിധ കെണികളും മറികടന്നുകൊണ്ട് വൈഷ്ണ സുരേഷ് നേടിയിരിക്കുന്ന ഈ വിജയം UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായൊരു നേട്ടമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൊതുവെ UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും 3ാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് എങ്കിൽ പോലും വൈഷ്ണ സുരേഷിൻ്റെ വിജയം ഏറെ അഭിമാനകരമായൊരു നേട്ടമായി മാറുക തന്നെയാണ്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ വേദികളിലൊക്കെ തന്നെ വൈഷ്ണ സുരേഷ് പുതിയൊരു തരംഗമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ SFI മാത്രം മത്സരിക്കുമായിരുന്ന ഒരു കാലത്ത് അവിടെ KSUവിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് വൈഷ്ണ സുരേഷ്. വൈഷ്ണ സുരേഷ് ഒരിക്കലും ഒരു പുതുമുഖം എന്നുള്ള നില നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്തെ എല്ലാ KSUവിൻ്റെ സമരവേദികളിലൊക്കെ തന്നെ സ്ഥിരം സാന്നിധ്യമായിരുന്നു വൈഷ്ണ സുരേഷ്. അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെ നേതൃത്വത്തിലെത്തിയ വൈഷ്ണ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും വൈഷ്ണ സുരേഷിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത് വലിയ പ്രധാനപ്പെട്ട നേട്ടം. ഒപ്പം CPMന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. കാരണം ജനങ്ങൾക്ക് മുന്നിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട് നിന്ന LDFനെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ അടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആദ്യം ഹൈക്കോടതി വൈഷ്ണയെ സ്ഥാനാർത്ഥിയാകാൻ അനുമതി നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ വൈഷ്ണ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വിജയം തന്നെ അവർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും വൈഷ്ണയെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. പൊതുവെ കേരളത്തിലെ നഗരസഭകളിലൊക്കെ തന്നെ UDFന് മുന്നേറ്റമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത എങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും UDF 3ാം സ്ഥാനത്താണ്. അതിനിടയിൽ പോലും വൈഷ്ണ സുരേഷിൻ്റെ വിജയം UDFനെ സംബന്ധിച്ച് കോൺഗ്രസ് സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായി മാറുകയാണ്. LDF ഭരണത്തിന് കീഴിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എല്ലാമുള്ള ഒരു കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് വൈഷ്ണ സുരേഷിൻ്റെ ഈ വിജയത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയുക.